ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇന്റർവ്യൂ ട്രെയിനിങ് കാര്യങ്ങൾ തന്നെയാണ്. അതായത് അക്കൗണ്ടന്റ് ഇന്റർവ്യൂവിന് പോകുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുക, കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ഇത് അക്കൗണ്ടന്റ് ഇന്റർവ്യൂവിന് പോകുന്നവർ മാത്രമല്ല കേട്ടോ, അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണം നമ്മുടെ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അറിയാണ്ട് നമ്മൾ എങ്ങനെ ഒരു സാധനം വിൽക്കുക, വിറ്റ സാധനത്തിന്റെ കോസ്റ്റ് കാണാണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക, ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റൂല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടെ സ്ക്രീനിൽ നമ്മളുടെ കമ്പനിയിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഒരു മാസത്തെ കാര്യങ്ങളാണെന്ന് വിചാരിക്കാം. ഒരു മാസം നമ്മുടെ കമ്പനിയിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊന്ന് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, വർക്ക്ഔട്ട് ചെയ്ത് ഗ്രോസ് പ്രോഫിറ്റ് കാണാണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ കാണാണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുകയാണ്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പൊ ക്ലാസ് ഒക്കെ കണ്ട് മുഴുവനായിട്ട് കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ എന്റെ പേര് അരുൺ. എല്ലാവർക്കും കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ നോക്കുക, നിങ്ങളുടെ കമ്പനിയിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട് 25,000. ഇപ്പൊ നമ്മള് ഒരു ഏപ്രിൽ മാസത്തെ ഗ്രോസ് പ്രോഫിറ്റ് ആണ് കാണുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഏപ്രിൽ 1-ാം തീയതി നമ്മൾ നോക്കുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് 25,000 രൂപയുടെ സാധനങ്ങൾ ഉണ്ട്. അപ്പൊ നമുക്ക് ചെലവായ സാധനമാണ്, എമൗണ്ട് ആണ്. ഇപ്പൊ 25,000 രൂപയുടെ സാധനം നമ്മുടെ ഗോഡൌണിൽ കിടക്കുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് എത്ര ചെലവായതാണ്? 25,000 രൂപ നമുക്ക് ചെലവായത്. കുറെ സാധനം ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് കിടക്കുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് എത്ര ചെലവായിട്ടുണ്ട്? 25,000 രൂപ നമുക്ക് ചെലവായിട്ടുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഏപ്രിൽ മാസം കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഏപ്രിൽ 1 തുടങ്ങുമ്പോൾ 25,000 രൂപയുടെ സാധനങ്ങൾ നമ്മുടെ ഗോഡൌണിലുണ്ട്. വീണ്ടും നമ്മൾ ഒരു 10,50,000 സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു എത്രയുടെ സാധനം റിട്ടേൺ വന്നിട്ടുണ്ട്, ഒരു 10,000 സാധനം നമ്മൾ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പർച്ചേസ് ഇനത്തില് നെറ്റ് എമൗണ്ട് ആയിട്ട് നമുക്ക് ചെലവായതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,40,000 ആയിരിക്കും. കാരണം 10,50,000 വാങ്ങിയിട്ട് ഒരു 10,000 സാധനം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ച് നമ്മളുടെ സപ്ലയർക്ക് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് അവിടെ ചെലവായത് 10,40,000 ആയിരിക്കും നമുക്ക് അവിടെ ചെലവായത്. അത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഇവിടെ ഒരു വേജസ് വന്നിട്ടുണ്ട്. വേജസ് നമ്മൾ എന്ത് ചെയ്തതാണ്? അതും നമുക്ക് വന്നിട്ടുള്ള ചെലവാണ്, സാധനങ്ങൾക്ക് വന്നിട്ടുള്ള ചെലവാണ്. കാരണം എന്താ, നമ്മൾ ചിലപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അവിടെ ഗുഡ്സ് ഫിനിഷ്ഡ് ആക്കി മാറ്റാൻ നമുക്ക് ജോലിക്കാർക്ക് കൂലി കൊടുക്കേണ്ടി വരും. അതും നമുക്ക് വന്നിട്ടുള്ള ചെലവാണ്. അപ്പൊ ഒരു സാധനം നമുക്ക് ടോട്ടല് ഈ ഏപ്രിൽ മാസം പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ സാധനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ടോട്ടൽ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എത്ര ചെലവ് വന്നിട്ടുണ്ട്? നമുക്ക് വന്ന ചെലവ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ. അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നമുക്ക് വിൽക്കാനുള്ള സാധനങ്ങൾ വിറ്റിട്ടില്ല കേട്ടോ. ആ വിൽക്കാനുള്ള സാധനങ്ങൾ എന്തുണ്ട്? ഈ വർഷം ഓപ്പണിംഗിൽ വന്നിട്ടുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഈ മാസം ഓപ്പണിംഗ് വന്ന ഏപ്രിൽ 1-ാം തീയതി വന്നിട്ടുള്ള ആ സാധനങ്ങൾ നമുക്ക് വിൽക്കാനുള്ളതാണ്. അത് 25,000 നമുക്ക് ചെലവായിട്ടുണ്ട്. ഈ ഒരു മാസം പർച്ചേസ് ചെയ്ത വകയില് നമുക്ക് 10,40,000, അതായത് 10,50,000 10,000 റിട്ടേൺ കഴിച്ചിട്ട് പർച്ചേസ് റിട്ടേൺ ലെസ് ചെയ്തിട്ട് നെറ്റ് പർച്ചേസ് 10,40,000 വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വേജസ് വന്നിട്ടുണ്ട്, കൂലി കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1,00,000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൂലി വേജസ് വന്നിട്ടുണ്ട്. അതും നമുക്ക് എന്തിനു വേണ്ടി വന്നിട്ടുള്ള ചെലവാണ്? ആ പ്രൊഡക്റ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ, വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ സാധനങ്ങൾക്ക് ടോട്ടൽ നമുക്ക് വന്നിട്ടുള്ള നമ്മുടെ ചെലവാണ്. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ നമുക്ക് 25,000 നമുക്ക് ചെലവായിട്ടുണ്ട്. പർച്ചേസ് ചെയ്തപ്പോ 10,40,000 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ചെലവായിട്ടുണ്ട്. കൂലി കൊടുത്ത വകയില് 1,00,000 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ചെലവായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ, വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള സാധനങ്ങൾക്ക് നമുക്ക് വന്നിട്ടുള്ള ടോട്ടൽ ചെലവ് നമുക്ക് ഇവിടെ കിട്ടി. എത്ര വരും? ടോട്ടൽ 11,65,000 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും.
കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതായത് നമുക്ക് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ടോട്ടൽ സാധനങ്ങൾക്ക് നമുക്ക് വന്ന ചെലവ് 11,65,000 ആണ്. പക്ഷെ ഈ പ്രൊഡക്റ്റ് മൊത്തം നമ്മൾ വിറ്റ് പോയിട്ടില്ല. ഈ 11,65,000 നമ്മൾ ചെലവാക്കിയിട്ട് ഫുൾ സാധനവും വിറ്റിട്ടില്ല. നമുക്ക് വിൽക്കാത്തതായിട്ട് കുറച്ച് സാധനം ബാക്കിയുണ്ട്. അത് ഈ ഏപ്രിൽ മാസം ലാസ്റ്റിൽ വിൽക്കാത്തതായിട്ടുള്ള സാധനങ്ങൾ എത്രയുണ്ട്? അതാണ് ഇവിടെ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക്. ഒരു 30,000 സാധനം വിറ്റിട്ടില്ല. ആ 30,000 സാധനം അവിടെ കിടക്കുകയാണ്, വിൽക്കാതെ കിടക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതായത് വിറ്റ സാധനത്തിന് എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ 11,65,000 ടോട്ടൽ കോസ്റ്റ് ആണെങ്കിൽ വിറ്റ സാധനത്തിന് വന്ന കോസ്റ്റ് കാണണമെങ്കിൽ വിൽക്കാത്ത സാധനത്തിന്റെ കോസ്റ്റ് മൈനസ് ചെയ്താൽ പോരെ. അതായത് ടോട്ടൽ കോസ്റ്റിൽ നിന്ന് വിൽക്കാത്ത സാധനത്തിന്റെ കോസ്റ്റ് ഉണ്ട്. ഒരു 30,000 ചെലവാക്കിയ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എത്ര? 30,000 സാധനം നമ്മൾ വിറ്റിട്ടില്ല. അപ്പൊ വിറ്റ സാധനത്തിന് എത്ര ചെലവ് വന്നിട്ടുണ്ട്? അതെന്ത് ചെയ്താൽ മതി? ടോട്ടൽ കോസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യാം? നമ്മുടെ വിൽക്കാത്ത സാധനം ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ കണ്ട 11,65,000 നിന്ന് 30,000 ലെസ് ചെയ്യുക. എങ്ങനെ കണ്ടാൽ മതി? ഈ രീതിയിൽ കണ്ടാലും മതി. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എങ്ങനെയാ കിട്ടിയത്? 11,65 ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്തു? പ്ലസ് നെറ്റ് പർച്ചേസ് എടുത്തു. അതേപോലെ തന്നെ അതിന് വന്നിട്ടുള്ള ചെലവ് വേജസ് വന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് എടുത്തു. ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അത്. ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വിറ്റ സാധനത്തിന്റെ കോസ്റ്റ് കിട്ടി. അപ്പൊ എത്ര കിട്ടും? 11,65 30,000 ലെസ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 11,35,000 ആണ് വിറ്റ സാധനത്തിന്റെ കോസ്റ്റ്. അപ്പൊ ടോട്ടൽ നമുക്ക് ഒരു മാസം സാധനം വാങ്ങിയ വകയിൽ ചെലവായത് എത്രയാണ്? 11,65 ആണെങ്കിൽ വിറ്റ സാധനത്തിന് നമുക്ക് മാസം വിറ്റ സാധനം ഉണ്ടാവും. ഈ 11,65 സാധനം മൊത്തം വിറ്റിട്ടില്ല. വിറ്റ സാധനത്തിന് നമുക്ക് വന്ന ചെലവ് 11,35 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയായിരിക്കും? സിമ്പിൾ അല്ലേ? ആ വിറ്റ സാധനത്തിന്റെ കോസ്റ്റ് 11,35 ആണ്. ആ സാധനം വിറ്റിട്ട് നമുക്ക് എത്ര പൈസ കിട്ടി? നമുക്ക് സെയിലിലൂടെ 16 ലക്ഷം വന്നു. പക്ഷെ റിട്ടേൺ ഉണ്ട്, 50,000 റിട്ടേൺ വന്നിട്ടുണ്ട്. അപ്പൊ 15,50,000 നമുക്ക് വന്നിട്ടുണ്ട്. ആ സാധനത്തിന് നമുക്ക് ചെലവായത് 11,35 ആണെങ്കിൽ 11,55 നമ്മുടെ ബിസിനസിന്റെ അകത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സെയിൽ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാണാം. എങ്ങനെയാ ഗ്രോസ് പ്രോഫിറ്റ്? എത്ര ഗ്രോസ് പ്രോഫിറ്റ് വരിക? ഞാൻ ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. മുകളിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ ആണെന്ന് വായിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത നമ്മൾ എന്ത് കാണാൻ വേണ്ടി പോവാണ്? ഗ്രോസ് പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് നെറ്റ് സെയിൽ 16 ലക്ഷം സെയിൽ നടന്നിട്ടുണ്ട്, 50,000 റിട്ടേൺ വന്നിട്ടുണ്ട്. അപ്പൊ നെറ്റ് സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15,50,000 ആയിരിക്കും നമുക്ക് നെറ്റ് സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ടോട്ടൽ സെയിൽ നെറ്റ് സെയിൽ 15,50,000 ആണ്. 15,50,000 ആണ് നമ്മുടെ എന്ത് വന്നിട്ടുള്ളത്? നെറ്റ് സെയിൽ. ഈ പൈസ കിട്ടിയത് നമ്മൾ എത്ര ചെലവാക്കിയിട്ടാണ്? വിറ്റ സാധനം എത്ര ചെലവാക്കിയിട്ടുണ്ട്? 11,35,000 ചെലവാക്കിയിട്ടാണ്. അപ്പൊ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാ കണ്ടത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നിന്ന് നെറ്റ് സെയിൽസ്, അതായത് നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ എന്ത് ചെയ്തു? ലെസ് ചെയ്തു. നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്തു. അപ്പൊ നമുക്ക് 4,15,000 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക, കൺഫ്യൂഷൻ വരും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ എന്ന് പറഞ്ഞാല് ടോട്ടൽ കോസ്റ്റ് ആണ്. അതിൽ വിൽക്കാത്ത സാധനത്തിന്റെ ഒക്കെ കൂടി കൂട്ടി ടോട്ടൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം വന്ന കോസ്റ്റ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാലോ വിറ്റ സാധനത്തിന്റെ മാത്രം കോസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. അത് വിൽക്കാത്ത സാധനമാണ്, അതിന്റെ കോസ്റ്റ് ലെസ് ചെയ്യുക, അതിന്റെ വാല്യൂ ലെസ് ചെയ്യുക. അപ്പൊ നമുക്ക് വിറ്റ സാധനത്തിന്റെ കോസ്റ്റ് കിട്ടി. ഗ്രോസ് പ്രോഫിറ്റ് അങ്ങനെ കണ്ടുപിടിക്കാം. നെറ്റ് സെയിൽസിൽ നിന്ന് എന്ത് ചെയ്യുക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ആ സാധനം വിറ്റിട്ട് കിട്ടിയ പൈസ നിന്ന് ആ സാധനത്തിന് വേണ്ടിയിട്ട് വിൽക്കാനുള്ള വിറ്റ സാധനത്തിന് എത്ര ചെലവായി, ആ ചെലവായ എമൗണ്ട് എന്ത് ചെയ്യുക? നെറ്റ് സെയിൽസ് നമ്മൾ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ പെട്ടെന്ന് ഇന്റർവ്യൂ ഒക്കെ ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് പോയാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ടോപ്പിക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ അടുത്തൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.